നമസ്കാരം. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതരുടെ സൈനിക മേധാവിയായിരുന്ന മേജർ ജനറൽ മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹൂതികളും ഇസ്രയേലും സ്ഥിരീകരിച്ചു. ആഗസ്റ്റിൽ യമൻ തലസ്ഥാനമായ സനായിൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അൽ ഗമാരിയുടെ മരണം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഹൂതികളുടെ ഉന്നത നേതൃത്വത്തിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണ പരമ്പരകളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ആഗസ്റ്റ് 28 നടന്ന ആക്രമണത്തിൽ ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ അൽ ഗമാരി പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നുവെന്ന് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമുണ്ടായി. നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഇസ്രയേലിനെ നശിപ്പിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്ത ഭീകര നേതാക്കളുടെ നിരയിൽ നിന്ന് മറ്റൊരു സൈനിക മേധാവിയെ കൂടി നാം ഇല്ലാതാക്കിയിരിക്കുന്നു. എല്ലാവരിലേക്കും ഞങ്ങൾ എത്തും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇസ്രയേലിനും ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനും നേരെ ഹൂതികൾ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഇസ്രയേൽ തിരിച്ചടി ശക്തമാക്കിയത്. ഹൂതികൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയതിലുള്ള പ്രതികാര നടപടിയായാണ് ഇസ്രയേൽ യമനിൽ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം ഇസ്രയേൽ എന്ന ശത്രുവിനെതിരായ ധീരമായ പോരാട്ടത്തിലാണ് അൽ ഗമാരി കൊല്ലപ്പെട്ടതെന്ന് ഹൂതി സൈനിക കമാൻഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. കൊല്ലപ്പെട്ട സൈനിക മേധാവിയോടൊപ്പം അദ്ദേഹത്തിന്റെ ചില സഹായികളും 13 വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടതായും ഹൂതികൾ അറിയിച്ചു. UN ഉപരോധം നേരിട്ടിരുന്ന നേതാവായിരുന്നു അൽ ഗമാരി. ഹൂതി സൈനിക നേതൃത്വത്തിലെ ഏറ്റവും മുതിർന്ന കമാൻഡർ എന്ന നിലയിൽ സാധാരണക്കാർക്ക് നഷ്ടമുണ്ടാക്കിയ ഹൂതി സൈനിക നീക്കങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ഇസ്രയേൽ വിരുദ്ധ പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഹൂതികൾ. ഈ സംഭവത്തോടെ മേഖലയിൽ ഇസ്രയേലും ഇറാന്റെ പിന്തുണയുള്ള സഖ്യകക്ഷികളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ കടുക്കുമെന്നാണ് വിലയിരുത്തൽ.